ഇപ്പോൾ കെ ടി ജലീൽ നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ കെ ടി ജലീൽ, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കണ്ടത് ബി.ജെ.പി. സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതിഷേധം, ഇപ്പോൾ യു പിയിലാണെങ്കിലും ഉത്തരാഖണ്ഡിലാണെങ്കിലും അസമിലാണെങ്കിലും ഏതെങ്കിലും തരത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒരു പ്രതിഷേധവുമായി രംഗത്ത് വന്നാൽ വിവിധ കേസുകൾ ചാർജ് ചെയ്യുക, ആ മനുഷ്യർ തിങ്ങി താമസിക്കുന്ന പ്രദേശത്തേക്ക് ബുൾഡോസർ കൊണ്ടുപോവുക, അവരുടെ സ്വത്തുവകകൾ മുഴുവൻ ഇടിച്ചു നിരത്തുക. അങ്ങനെ ഒരു സമുദായത്തെ ഈ രാജ്യത്തിൻ്റെ ഭാഗമല്ലാതാക്കി തീർക്കുക. ആ ഒരു സമീപനമാണ് ശരിക്കും ബി.ജെ.പിയുടെ സംസ്ഥാന സർക്കാരുകൾ സ്വീകരിക്കുന്നത്. ഈ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ ഉയർന്നു വരുന്ന ഒരു പ്രതിഷേധം ഈ രീതിയിൽ ഉപയോഗിക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. എങ്കിൽ പോലും അതിശക്തമായ പ്രതിഷേധം അസം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. കേരളം വളരെ ശക്തമായി തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയല്ലേ കേന്ദ്ര സർക്കാർ ഇത്തരമൊരു നീക്കവുമായി രംഗത്ത് വന്നിട്ടുള്ളത്? തീർച്ചയായും ബി.ജെ.പിക്ക് ഒരിക്കലും കിട്ടില്ല എന്ന് ഉറപ്പുള്ള വോട്ടുകളാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടേത്, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിൻ്റെത്. അതുകൊണ്ട് ആ മുസ്ലിം ജനവിഭാഗത്തെ പരമാവധി വരുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യിപ്പിക്കാതിരിക്കുക, ഭയപ്പെടുത്തി അവരെ നിർത്തുക. ഇതാണ് ഈ നിയമം തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുമ്പ് വെച്ച് നടപ്പിലാക്കാനുള്ള നീക്കത്തിന്റെ പിന്നിലെ ചേതോവികാരം എന്ന് മനസ്സിലാക്കാൻ വലിയ ബുദ്ധിവൈഭവമൊന്നും ആവശ്യമില്ല. ഇന്ത്യയിൽ മുസ്ലിങ്ങളല്ലാത്ത എല്ലാ മതവിഭാഗക്കാർക്കും 1952 മുമ്പ് ഇന്ത്യയിൽ ജീവിക്കുന്നു എന്നുള്ള രേഖ കൊടുത്തില്ലെങ്കിലും അവർക്ക് രേഖകൾ നൽകി പൗരന്മാരാക്കും. എന്നാൽ മുസ്ലിങ്ങളെ അതിൽ നിന്ന് ഒഴിവാക്കും. അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും കുടിയേറി പാർത്തവരാണ് അവർ എന്ന നിഗമനത്തിലെത്തുകയും അവരെ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ അയക്കുകയോ അതല്ലെങ്കിൽ അതിർത്തിയിലേക്ക് ആട്ടിയോടിക്കുകയോ ചെയ്യും. രാജ്യത്തുള്ള പട്ടാളവും പോലീസും അതിന് മുന്നിട്ടിറങ്ങുമ്പോൾ സംഘ് പരിവാറും അവർക്ക് കൂട്ടായി വരും. അങ്ങനെ വന്നാൽ രാജ്യം മറ്റൊരു പലസ്തീനായി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. ഡിറ്റക്ഷൻ ക്യാമ്പുകൾ വലിയ മനുഷ്യക്കുരുതിയുടെ കേന്ദ്രങ്ങളായിട്ടായിരിക്കും മാറുക. 100 പേർക്ക് സൗകര്യമുള്ള ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ ആയിരക്കണക്കിന് ആളുകളെ താമസിപ്പിക്കും. വാഗൻ ട്രാജഡി ദുരന്തത്തിന് സമാനമായ അതിനേക്കാൾ ബീഭത്സവും ഭീകരവുമായ ദുരന്തമാകും ഇന്ത്യയിലെ ഡിറ്റക്ഷൻ ക്യാമ്പുകളിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. രാജ്യാതിർത്തികൾ സ്വാഭാവികമായും പാകിസ്ഥാനും ബംഗ്ലാദേശും അഫ്ഗാനിസ്ഥാനും അടക്കും. അങ്ങനെ അവിടെ കുടുങ്ങുന്ന ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കുന്ന സ്ഥിതിയുണ്ടാകും. ചെകുത്താനും കടലിനും ഇടക്ക് ഒരു ഭാഗത്ത് ഇന്ത്യൻ പട്ടാളം, മറുഭാഗത്ത് പാകിസ്ഥാന്റെയും ബംഗ്ലാദേശിന്റെയും അഫ്ഗാനിസ്ഥാന്റെയും അതിർത്തികളടച്ച് അവിടെയും പട്ടാളക്കാർ കാവൽ നിൽക്കുന്നു. അങ്ങനെ ചെകുത്താനും കടലിനും ഇടക്ക് അകപ്പെട്ട ജനവിഭാഗമായി മുസ്ലിം ജനതകൾ മാറാൻ വേണ്ടി പോവുകയാണ്. സത്യത്തിൽ ഈ രേഖകൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക ഇന്ത്യയിൽ ഒരു തുണ്ട് ഭൂമിയുള്ളവർക്ക് ആയിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ബിസിനസ് നടത്തുന്നവർക്കായിരിക്കും. ഇതൊന്നുമില്ലാതെ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നത്. അവര് മുഴുവൻ നിസ്സഹായരാണ്, നിരാലംബരാണ്, ദരിദ്രരാണ്, നിരാശ്രയരാണ്. ആ മനുഷ്യരെയാണ് വിദേശ ചാപ്പ കുത്തി നാട് കടത്താൻ വേണ്ടി ഇപ്പോൾ നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇതിനെതിരായി രാജ്യത്ത് ശക്തമായിട്ടുള്ള ശബ്ദം ഉയർത്തുന്നത് ഇടതു പാർട്ടികളും കമ്മ്യൂണിസ്റ്റ് കക്ഷികളും മാത്രമാണ് എന്നുള്ളത് ഏറെ ദുഃഖിപ്പിക്കുന്നതാണ്. പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള കോൺഗ്രസ് ഇക്കാര്യത്തിൽ വ്യക്തമായ ഒരു നിലപാട് പോലും പറയാതെ പമ്മി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആസാമിലും അതുപോലെ തന്നെ ബംഗാളിലും മറ്റു അതിർത്തി സംസ്ഥാനങ്ങളിലും ഒക്കെ തന്നെ ഇതിനെതിരായി ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉയരേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഇടതുപക്ഷ കക്ഷികൾ മാത്രമാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യയിൽ CAA നടപ്പിലാക്കില്ല എന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ച ഏക മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ മാത്രമാണ്. കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരാണ്. ഒരുപക്ഷെ ഇതിനെ പിന്തുടർന്നുകൊണ്ട് കോൺഗ്രസ് ഏതര
അതുപോലെ BJP ഏതര സർക്കാരുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മുന്നോട്ട് വന്നേക്കാം. കോൺഗ്രസ് ഇതിൽ എത്ര കണ്ട് ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. രാമക്ഷേത്ര പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ബാബറി മസ്ജിദ് തകർത്ത സ്ഥലത്ത് രാമക്ഷേത്രം പണിയുന്ന വിഷയത്തിലും ഒക്കെ കോൺഗ്രസ് എടുത്ത അഴകുഴമ്പൻ നിലപാട് CAA കാര്യത്തിലും അവരെടുക്കും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. തീർച്ചയായും KT ജലീൽ, നമുക്കറിയാം കോൺഗ്രസ് ഓരോ വിഷയത്തിലും എടുത്തിട്ടുള്ള സമീപനം, അത് പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് കമൽനാഥ് അടക്കമുള്ള മധ്യപ്രദേശിലെ നേതാക്കന്മാരെടുത്ത സമീപനം അതിനെ ഏതാണ്ട് പൂർണ്ണമായും പിന്തുണയ്ക്കുന്ന ഒരു നിലപാടാണ് AICC നേതൃത്വം അടക്കം സ്വീകരിച്ചത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം കേരളത്തിൽ പോലും പാതിരാത്രിക്ക് യൂത്ത് കോൺഗ്രസിൻ്റെ സമരം പലയിടത്തും നടക്കുന്നത് കണ്ടു. ഇന്നലെ DYFI വളരെ സംസ്ഥാന വ്യാപകമായി വളരെ ശക്തമായ പ്രതിഷേധം നടത്തിയിരുന്നു. പക്ഷേ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവും നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. പേരിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ടോക്കൺ സമരമായി കേരളത്തിൽ അവരുടെ സമരം മാറുന്നു. ദേശീയ തലത്തിൽ എടുത്തു കഴിഞ്ഞാൽ യാതൊരു പ്രതിഷേധവുമില്ല. ഒരു കാര്യത്തിലും പ്രതിഷേധിക്കാൻ അറിയാത്ത ഒരു പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷേ ഈ കേന്ദ്ര സർക്കാരിന് ഈ നിയമങ്ങളെല്ലാം കൊണ്ടുവരാൻ പോലും പ്രചോദനമാവുന്നത് കോൺഗ്രസിൻ്റെ ഈ നിസ്സംഗതയാണ് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവുമോ ജലീൽ? ഒരിക്കലും അത് തെറ്റാവില്ല. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പല പ്രതിപക്ഷ പാർട്ടികളും BJPയുടെ ഇത്തരം നിലപാടുകളോട് യോജിക്കുന്നു എന്നുള്ളതാണ് BJPയെ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ മുഖത്ത് വെച്ച് BJP ഇത് നടത്തുന്നത് കോൺഗ്രസിനെയും മറ്റു പല പ്രതിപക്ഷ കക്ഷികളെയും വെട്ടിലാക്കാൻ വേണ്ടിയാണ്. അത് തിരിച്ചറിയാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല. ഇന്ത്യയിൽ പല ഘട്ടത്തിലും പല നിയമങ്ങളും വന്നപ്പോൾ അതിനെതിരായി കോൺഗ്രസ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട ചടങ്ങ്, ഭൂമി പൂജ, അതുപോലെ തന്നെ അതിന്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്, ഇതൊക്കെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നടത്തിയപ്പോ അതിനെ പോലും വിമർശിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. സന്യാസി വര്യന്മാരും മുനിവര്യന്മാരും മതപണ്ഡിതന്മാരും ചെയ്യേണ്ട ഒരു ചടങ്ങ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത് നിയമലംഘനമാണ്, അത് പാരമ്പര്യങ്ങൾക്കെതിരാണ് എന്ന് പറയാൻ പോലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. മഹാരാജാക്കന്മാർ രാജ്യം ഭരിച്ചിരുന്ന കാലത്ത് പോലും ഇങ്ങനെ ഒരു മതചടങ്ങ് പുരോഹിതന്മാരെ മാറ്റി നിർത്തി മഹാരാജാക്കന്മാർ നടത്തിയതിന് തെളിവുദ്ധരിക്കാൻ പോലും ആർക്കും സാധ്യമാവില്ല. അത്രമാത്രം നഗ്നമായിട്ടുള്ള രാഷ്ട്രീയം മതത്തിൽ ഇടപെടുന്നത് വിമർശിക്കാൻ പോലുമുള്ള ത്രാണി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പാർട്ടിക്ക് ഇല്ലാതെ പോയത് എന്തുകൊണ്ടാണ് എന്നുള്ളത് നമ്മളെ എല്ലാം അത്ഭുതപ്പെടുത്തുന്നു. അവര് വെറും യാതൊരു തരത്തിലുള്ള ആത്മാർത്ഥതയും ഇല്ലാതെ ഒരു ടോക്കൺ സമരം നടത്തി പിന്തിരിയാനുള്ള പുറപ്പാടിലാണ്. രാഹുൽ ഗാന്ധി കേരളത്തിൽ അദ്ദേഹം മത്സരിക്കാൻ വേണ്ടി പോവുകയാണ്. പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എടുത്ത നിലപാട് എന്താണ്? കശ്മീരിന്റെ 370 വകുപ്പ് റദ്ദ് ചെയ്യുന്നതുമായി അദ്ദേഹം എടുത്ത സമീപനം എന്താണ്? മുത്തലാഖ് ബില്ലുമായി അദ്ദേഹം ലോക്സഭയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ടോ? ഏക സിവിൽ കോഡിന്റെ പ്രശ്നം വന്നപ്പോഴും അദ്ദേഹം അർത്ഥഗർഭമായ മൗനം അവലംബിക്കുകയല്ലേ ചെയ്തത്? ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളുമായി ബന്ധപ്പെടുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ രാഹുൽ ഗാന്ധി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തിയതായി നമുക്കറിവില്ല. പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗവുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങളിൽ അദ്ദേഹം നിലപാട് പറയാതിരിക്കാൻ സൂക്ഷ്മതയും ജാഗ്രതയും ഇക്കാലം എത്രയും പുലർത്തിയിട്ടുണ്ട് എന്നുള്ളത് അവിതർക്കിതമായിട്ടുള്ള ഒരു കാര്യമാണ്. നന്ദി ശ്രീ KT ജലീൽ.